അങ്ങനെ നമ്മളത് മനസ്സിലാക്കിയെടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഷെയ്ഡ് നടന്നുകൊണ്ടേയിരുന്നു. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കടയിൽ പോയിട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോന്ന് നോക്കിയിരിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കൂട്ടത്തിലുള്ള ഡ്രസ്സായിരുന്നു. ഇനി ഞാൻ കുറച്ച് നേരം ഡ്രസ്സ് നോക്കണ്ടായിരുന്നു ഗൈസ്. ഡ്രസ്സ് നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. നിങ്ങളിതിപ്പോൾ ഞാൻ കാണുന്നത് എനിക്ക് ഡ്രസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഞാൻ ഓരോ ഡ്രസ്സസ് നോക്കി, പക്ഷെ അത് രസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും എടുത്തു. വേറെ പറഞ്ഞു അതും രസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ക്യാമറ വീണ്ടും എടുത്തു. എനിക്കിഷ്ടപ്പെട്ടില്ല. അത് രണ്ടാണ് ഞാൻ ക്യാമറ വീണ്ടും എടുത്തത്. ഈ ഒരു കുട്ടി നല്ല രസമുണ്ട്, അതിനെ നോക്കി. അപ്പോഴത്തേക്ക് ചേച്ചിയൊരു ഡ്രസ്സ് അവിടെ സ്ലീവ്ലെസ് വീണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നു. സ്ലീവിലല്ല കൈകളായിരുന്നു, സോറി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒന്നും മനസ്സിലായി, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയ പോലെയാണ്. എന്നിട്ട് നമ്മളിങ്ങോട്ട് പോയി. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എന്തായാലും മണിക്കൂർ അങ്ങനെയൊക്കെ വാങ്ങിച്ചു. പിന്നെ വീണ്ടും പിള്ളേരുടെ ഡ്രസ്സസ് നമ്മൾ വെറുതെ നോക്കാനല്ലേ വന്നിരിക്കുന്നത്, അത് കാരണം നമ്മൾ ഒന്നും വാങ്ങിച്ചില്ല. എന്നിട്ട് പിന്നെ സൈഡിലായിട്ട് കുറേ തുണികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അടുത്ത വഴിയെടുത്താൽ എങ്ങനെ പോയാലും ചുറ്റിക്കറങ്ങി ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് എത്താം. ഇത് കാണുന്നത് എന്താണെന്നറിയൂ? ഇത് നിങ്ങൾ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ഇത് ഇവിടുത്തെ ഒരു കർട്ടനാണ്. വീട്ടിലിടുന്ന കർട്ടൻ. ഞാനൊന്നും ഇവിടുത്തെ വീട് ഓടിയത് പച്ചകളിൽ നിന്നുള്ളൊരു കർട്ടൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം വന്നു. ഇവിടുത്തെ കർട്ടൻ ഇല്ലെന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കർട്ടൻ എടുത്തു. പിന്നെ ബെൽറ്റ് വീണ്ടും ഉണ്ടായിരുന്നു. ബെൽറ്റ്, വാച്ച് കുറേ ഉണ്ടായിരുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്ര എടുത്തു. പിന്നെ ഞാൻ ഓടി പോയിട്ട് ഒരു ഉടുപ്പ് നോക്കുന്ന കാണാം, പാവാട നോക്കുന്ന കാണാണ്ട്. നിങ്ങളിതിപ്പോൾ തന്നെ കാണും ഗൈസ്, നോക്കുക. ഞാൻ പോയിട്ട് നോക്കുക, എന്നിട്ട് കാണും എൻ്റെക്കാട്ടും കുറച്ച് താഴത്തെയാണ്. പിന്നെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, നല്ല രസമുണ്ടായിരുന്നു. ഇത് കടയുടെ സൈഡിലായിട്ടുള്ള റോഡ് വഴിയാട്ടോ, റോഡാണ് നിങ്ങളിതിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഓരോന്നിങ്ങനെ കുറേ നേരം നോക്കിയിട്ടോ. റോഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഇടയ്ക്ക് റോഡ് ഉണ്ടായിരുന്നു എന്ന് കരുതി. അതിൻ്റെ ഇപ്പം അപ്പുറത്തെ സൈഡിലായിട്ട് വീണ്ടും ഷൂസ്, പിന്നെ ഞാൻ ചെരുപ്പുകൾ നോക്കിയിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അവിടെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും ഇൻ്ററാവാൻ പോവാണ്. പിന്നെ നമ്മൾ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ചെരുപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ചെരുപ്പുകളും പിന്നെ ഡ്രസ്സസും അത്രയുള്ളൂ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് വീണ്ടും കർട്ടനുകളാണ് നിങ്ങളിതിപ്പോൾ കാണുന്നത്. പുലിയുടെയും പൂച്ചെടിയും അങ്ങനെയൊക്കെ കുറേ ഒരു കാട്ടുപൂച്ചെടിയും എല്ലാത്തിനും ഇതുപോലെ ഉണ്ട്. അത് പിന്നെ ക്യാപ്സും പിന്നെ ഡ്രസ്സസ് അങ്ങനെ കുറച്ച് ചേർന്ന്. പിന്നെ കണ്ടോ ക്യാപ്സൊക്കെ അടിപൊളിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കുറേ പിന്നെ തലയുടെ മുകളിലേക്കായിട്ട് ഒരു വെച്ചേക്കുന്നത്. എന്നിട്ട് പിന്നെ WC എന്ന് വെച്ചാൽ നമുക്ക് ടാൽറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. എന്നിട്ട് നമ്മളത് ഒന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗൈസ്, ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഔട്ടർ ലുക്കാണ്. പിന്നെ പുറത്തേക്കൊക്കെ നോക്കി ഞാൻ ഓരോന്നിനും വില നോക്കട്ടെ. ഇത് വീട്ടിലേക്ക് പച്ചക്കറികൾ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. വാട്ടർമെലൺ വാങ്ങിച്ചു. ഒരു എന്താ പറയുക, ചാമ്പാപ്പിൾ എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ടൈപ്പ് ആപ്പിൾ. പിന്നെ കുറച്ച് ഷേപ്പിലുള്ള കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിള് അങ്ങനത്തെ ടൈപ്പ് ആപ്പിളും പിന്നെ വാട്ടർമെലൺ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗ്യാസ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തിലാണ് കാണുന്നത്. അങ്ങനെ കേസ് നമ്മൾ വീണ്ടും ഇതുപോലെ ഇനിയുള്ളതാണ് മക്കളെ കുറേ ഉണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്ന, ആരും മാറ്റരുത്, നെക്സ്റ്റ് വീഡിയോ ഒന്നും വെക്കരുത്, ഈ വീഡിയോ തന്നെ കാണുക. ഇനിയും നിങ്ങൾക്കിത് പുറത്ത് ഓരോന്നും കാണാൻ വേണ്ടിയിട്ടുണ്ടാവണം. ഗ്രീൻ ആപ്പിള്, ഓരോരോ ആപ്പിൾ, പിന്നെ ഫ്രൂട്ട്സ്, ലെമൺസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ പിന്നെ ഇതേക്ക് വാങ്ങിക്കാൻ നമുക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പതിയായിട്ട് ഓരോന്നും വാങ്ങിച്ച ഫ്രൂട്ട്സും മാത്രം വാങ്ങിച്ചു. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കും ഫ്രഷ് ഫ്ലവേഴ്സ് ഉള്ളത്. പിന്നെ സ്ട്രോബെറി മാത്രം നാശമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്ന് കണ്ടില്ല, ഇത് ഇവിടെ സൈഡിൽ കണ്ടില്ല, ഒരു നല്ല ഡോക്ടറുകളെ ചെറിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ടാപ്പിയൊക്ക, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഒരു ടൈപ്പ് ഞാൻ വാങ്ങിച്ചൊക്കെ
ഇതും പിന്നെ അടിയിൽ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ഗ്രീൻ കളർ, അത് ഒരു ആപ്പിൾ ടൈപ്പാണ്, അതാണ് ഞങ്ങൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോൾ എന്ന് പറഞ്ഞത് നൂഡിൽസിൻ്റെ സെക്ഷൻസാണ്. ഇത് നമ്മളുടെ മസാലയുടെ സെക്ഷൻസാണ്. ഇവിടെ ഈ മസാലാസ് കിട്ടില്ലേ, നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പും മസാലയും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ നിന്ന് നമുക്കത് ചോദിച്ച് വാങ്ങിക്കാം. അവിടെ പിന്നെ കടയിൽ ആളുണ്ടായിരുന്നില്ല, അതാണ് ഉണ്ടായി പ്രശ്നം. പിന്നെ ഞാൻ ഓരോന്നും തൊട്ട് നോക്കണ്ടേ, ബീട്രൂട്ട് അതൊക്കെ എന്തൊക്കെയൊന്നല്ല കണ്ടപ്പോൾ എന്തോ ത്വര വന്നു, തൊട്ട് കഴിച്ചാലൊന്നും. പിന്നെ മിക്സ് എന്നിട്ടാണെന്ന് അറിയില്ല. പിന്നെ സൈഡിലേക്ക് ആയിട്ട് ഓരോന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡെസേർട്ട്സ് അങ്ങനെ പിന്നെ ചീര, വെജിറ്റബിൾസ്, പയർ, അങ്ങനെയൊക്കെ കുക്കുംബർ, പിന്നെ ഓറഞ്ച്, ലെമൺ, ഓരോന്നും ഇത് തന്നെ റെപ്ലിക്കേഷൻ. ഓരോ ആൾക്കാർ കട എന്തോരാളായി. പിന്നെ ഈ സൈഡിൽ മുഴുവൻ സ്നാക്സാണ് വെച്ചിരുന്നത്. സ്നാക്സ് അത്രയാണ്. നമുക്ക് കുറേ ഉണ്ട്, വാട്ടർമെലനുണ്ട്, പിന്നെ ബനാനയുണ്ട്, പിന്നെ സൈഡിൽ ചെടികളുണ്ട്, ക്യാരക്ടേഴ്സ്, പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് അതായത് നല്ല നല്ല കളേഴ്സ്. ലാവണ്ടർ വരെ കണ്ടു ഞാൻ ഇല്ല മുങ്ങിപ്പോയി ഞാനാണ്. പിന്നെ എന്തായാലും ഇതുപോലെ ഞാൻ മുങ്ങിപ്പോലെ. ഇതാണ് ഗൈസ് ഞാൻ ഈ പറഞ്ഞത്, ഒരു വേസ്റ്റ് കല്ലുകൊണ്ട് ഉണ്ടാക്കി മധുരം കാണിക്കാന്ന് പറഞ്ഞില്ല, അതാണ് ഈ ഇരുമതിൽ. ഓരോ വേസ്റ്റ് കല്ലുകളും അവർ കുറേ സ്ഥലത്തൊക്കെ പോയി കളക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഇഷ്ടിക കട്ട് കുറേ ലോഡ് ഇറക്കിപ്പിക്കണം, എന്നിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഇതവർ ജസ്റ്റ് വിക്കതിന് മുകളിൽ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും അല്ല ഗൈസ് നമ്മൾ നിൽക്കുന്നത്. അപ്പം എന്നൊക്കെ ഇത്രയുള്ളൂ. See you.